കാസർഗോഡ് ജ്യോതിഷ് വധശ്രമ കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. SDPI പ്രവർത്തകരായ റഫീഖ്, സാബിർ, ഹമീദ്, അഷ്റഫ് എന്നിവരെയാണ് കോടതി വെറുതെ വിട്ടത്. കാസർഗോഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി കെ പ്രിയയാണ് കേസിൽ വിധി പറഞ്ഞത്. സാരംഗ് സുരേഷ് വിവരങ്ങൾ നൽകും. സാരംഗ്, ഇപ്പോൾ കേസിലെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടാണ് കോടതിയുടെ ഉത്തരവുണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് മുഴുവൻ പ്രതികളെയും വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? കുറ്റം തെളിയിക്കാനായില്ലേ? 2017 ഓഗസ്റ്റ് 10-നാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. കാസർഗോഡ് അണങ്കൂർ മല്ലികാർജുന ക്ഷേത്രത്തിന് സമീപത്തെ റോഡിൽ വെച്ച് ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന ജ്യോതിഷ് 2 കൊലക്കേസുകളിലെ പ്രതിയും ഒരു വധശ്രമ കേസിലെ പ്രതി കൂടിയാണ്. ഇയാളെ SDPI പ്രവർത്തകർ സംഘം ചേർന്ന് വെട്ടിപ്പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതായിരുന്നു പോലീസിന്റെ വാദം. എന്നാൽ 47 സാക്ഷികളെ കൂടി കേസിന്റെ ഭാഗമായി കോടതി വിസ്തരിച്ചിരുന്നു. എന്നാൽ യാതൊരു തരത്തിലും പ്രോസിക്യൂഷന്റെ വാദങ്ങൾ തെളിയിക്കാൻ കോടതിയിൽ സാധിച്ചില്ല എന്നത് തന്നെയാണ് കോടതി നൽകിയ വിധി പ്രസ്താവത്തിൽ വ്യക്തമായി പറയുന്നത്. പിന്നീട് ഇതിനുശേഷവും ഇപ്പോൾ 4 പേരെയാണ് ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. SDPI പ്രവർത്തകരായ റഫീഖ്, ഹമീദ്, സാബിർ, അഷ്റഫ് എന്നീ 4 പ്രവർത്തകരാണ് ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത്. ഇതിന് സമാനമായ രീതിയിൽ തന്നെ 2013 ജ്യോതിഷിന് നേരെ മറ്റൊരു വധശ്രമം കൂടി നടന്നിരുന്നു. ആ കേസിന്റെ വാദം ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ 2022 ഫെബ്രുവരി 15 സ്വന്തം വീട്ടുവളപ്പിൽ ജ്യോതിഷ് ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരുന്നു. ജ്യോതിഷ് വധശ്രമ കേസിലാണ് മുഴുവൻ പ്രതികളെയും ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുന്നത്.